മഹത്വം ഉണ്ടാകട്ടെ. വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ വളരെ പരമപ്രധാനമായ ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 19-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇന്നലെ ചിന്തിച്ചു. കർത്താവിനെ പല നിലകളിൽ പീഡിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പല നിലകളിൽ കർത്താവ് കഷ്ടമനുഭവിക്കുകയും എന്നാൽ കർത്താവിനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാം. ഓരോ പ്രാവശ്യവും കർത്താവിനെ ക്രൂശിക്കാൻ മനസ്സില്ലാതെ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പല പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞ് അവസാനം വളരെ ക്രൂരമായ മർദ്ദനത്തിന് ശേഷവും ഇവനെ ഇതാ ആ മനുഷ്യൻ, നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ക്രൂശിക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മരണശിക്ഷ നൽകണമെന്ന് നിങ്ങൾ ശഠിക്കുകയും ചെയ്യുന്നത് ആരെക്കുറിച്ചാണോ ആ മനുഷ്യനിതാ ഇത്രയും അവനെ പീഡിപ്പിച്ചാൽ പോരെ, ഇത്രയും അവനെ ഉപദ്രവിച്ചാൽ പോരെ, ഇത്ര ഹിംസാത്മകമായിട്ടുള്ള ഇത്ര ക്രൂരമായ മർദ്ദനങ്ങൾ അവൻ സഹിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴും അവർ ഇല്ല, ഞങ്ങൾക്കത് പോരാ. വേറൊരു സ്ഥലത്ത് വായിക്കുന്നു, അവനെ വിടാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നീ നിന്നെ തന്നെ രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് വരെ പീലാത്തോസിനെ കുറിച്ച് യഹൂദന്മാർ പറയുകയും, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറയുമ്പോൾ അല്ല, അവനെ കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച് ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് അവർ ഉത്തരം പറയുകയും, അവരങ്ങനെ ഏറ്റുപറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടായ ദയനീയമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമുക്ക് തുടർന്ന് സംഭവിക്കുന്നത്. അനേക യഹൂദന്മാർ ആ ആലയം നശിപ്പിക്കപ്പെട്ടതിനോടുള്ള ബന്ധത്തിൽ വധിക്കപ്പെടുന്നതിനും ഇടയായി തീർന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ യേശുവിനെ ഈ പടയാളികൾ കയ്യേറ്റ് കൊണ്ടുപോവുകയും തുടർന്ന് കർത്താവിന് അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത്. അതുമുതൽ കർത്താവ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഭാഗം വരെയുള്ള ചില കാര്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനായിട്ട് ഉള്ളത്. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് കാണാം, അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ വായിച്ചപ്പം എനിക്ക് വളരെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഒരു ആപ്ലിക്കബിളായിട്ടുള്ള ഒരു കാര്യം കർത്താവ് പറഞ്ഞത് എനിക്ക് അവിടെ ഓർമ്മ വന്നു. കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്രൂശ് എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവ് അക്ഷരീയമായിട്ട് ആ ക്രൂശ് താൻ തന്നെ വഹിച്ചു. അല്ലെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് വായിക്കുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ക്രൂശ് എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേറെ ഒരാൾക്ക് വേണ്ടി ഒരാളിൻ്റെ കഷ്ടാനുഭവങ്ങളെ വേറൊരു വ്യക്തിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമനിമിത്തവും ദൈവവചന നിമിത്തവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളെയാണ് സാധാരണഗതിയിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. അന്ന് നമുക്കറിയാം, പേർഷ്യക്കാർ കണ്ടുപിടിക്കുകയും പിന്നെ റോമാക്കാരത് കടമെടുക്കുകയും ചെയ്ത ഒരു ശിക്ഷാരീതിയായിരുന്നു ഈ ക്രൂശീകരണം എന്നാണ് ചരിത്രത്തിൽ അതിനെക്കുറിച്ച് വായിക്കാനായിട്ട് കഴിയുന്നത്. വളരെ ഏറ്റവും വേസ്റ്റ് ക്രിമിനൽസിനെ, ഏറ്റവും വെറുക്കപ്പെട്ട ആൾക്കാരെ അതിദാരുണമായിട്ട് അതിവേദനാജനകമായി ക്രൂരമായി കൊല്ലുന്ന രീതിയായിരുന്നു ക്രൂശീകരണം എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശിൽ മരിച്ചതോടുകൂടെ ആ ക്രൂശിന് ആ ഭാവമൊക്കെ മാറിയിട്ട് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ബഹുമാനിക്കുക എന്ന് പറയുന്ന ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയുടെയും നമ്മുടെ ചിന്താഗതിയുടെയും നമ്മുടെ ഇതിനെയൊക്കെ ഒരു ഭാഗമായിട്ട് തീരാനായിട്ട് ഇടയായിട്ട് തീർന്നു. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ തൻ്റെ വലിയൊരു പുസ്തകം ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് എഴുതിയത്, അത് വായിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായി, ഞാൻ പറയുന്ന ക്രൂശിൻ്റെ രൂപമല്ല ഉദ്ദേശിക്കുന്നത്. ആ ക്രൂശ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മളെ ആഴമായ ശിഷ്യത്വത്തിലേക്ക് നടത്തുന്നതും ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വഹിക്കേണ്ടതും
സഹിക്കേണ്ടതും ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തീരുകയും എന്ന് മാത്രമല്ല, ക്രൂശിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നതും ദൈവഹിതപ്രകാരമുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ആയിത്തീരുന്നതും ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രൂശ് എന്ന് പറയുന്നതിന് പല ഡയമെൻഷനിലുള്ള, പല നിലവാരത്തിലുള്ള അർത്ഥം നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്, കർത്താവ് ക്രൂശിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ഞാനും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അവനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പൗലോസ്ലീഹ ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം, ആ കർത്താവ് മരിച്ചതുപോലെ തന്നെ എനിക്ക് മരിക്കണം എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവൻ്റെ കഷ്ടാനുഭവ കൂട്ടായ്മയും അവൻ്റെ മരണത്തിൽ അവനോട് കൂടെ അവന് മരണത്തോടും പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോടും ഏകീഭവിക്കേണ്ടതിന് എന്നൊക്കെ താൻ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട് മരിക്കണം എന്നുള്ളൊരാഗ്രഹമല്ല, എന്നാൽ ജീവിതം മുഴുവൻ ആ ക്രൂശ് എടുക്കുന്ന ഒരു അനുഭവം. ഞാൻ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പൗലോസ് 2 ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന തൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് വളരെ നിന്ദിക്കപ്പെട്ടവനും റോമക്കാർക്ക് ഏറ്റവും, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഏറ്റവും വേണ്ടാത്ത ഒരുത്തനുമായിട്ട് തീർന്നതിൻ്റെ പര്യായപദമെന്നോണം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചെങ്കിൽ, അതേ ക്രൂശ് തന്നെ നമ്മളെ ഇന്ന് ജീവങ്കിലേക്ക് നടത്തുന്ന ഒരു അനുഭവമായിട്ട് തീരാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയമായ ആശീർവാദങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത് ആ ക്രൂശിൻ്റെ അപ്പുറത്തേക്കാണ്. ക്രൂശിൻ്റെ ഇപ്പുറത്തെന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ലോകപരമായിട്ടുള്ള ഒരു ജീവിതമാണ് കാണിക്കുന്നത്, ജഡപ്രകാരമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നെന്നും മാത്രമല്ല, നമ്മുടെ ക്രൂശ് നമുക്ക് കർത്താവിൻ്റെ കേസിൽ നമുക്കറിയാം, കർത്താവ് പകുതി വളരെ ചാട്ടവാറാൽ അടിക്കപ്പെട്ട്, അതിനെപ്പറ്റി ഇന്നലെ തന്നെ നമ്മൾ ദൈവദാസൻ പറഞ്ഞ് കേട്ടല്ലോ. കാരണം ചില സമയങ്ങളിൽ ഈ മാംസം പോയിട്ട് ആന്തരിക അവയവങ്ങൾ വരെ കാണുന്ന നിലയിലേക്ക് ആ ചമ്മട്ടി കൊണ്ടുള്ള അടി ആയിത്തീരും എന്ന് പറഞ്ഞ് കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്തു തന്നെ ആയാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഈ കഷ്ടാനുഭവങ്ങളെ ഏറ്റെടുത്തപ്പോൾ വില്ലിങ് ആയിട്ട് അതേ നിലയിൽ തന്നെ നമ്മളും നമ്മുടെ ക്രൂശ് നാം എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് വേറെ എങ്ങും ചാരി വെക്കാനായിട്ട് നമുക്കറിയാമല്ലോ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും അതുപോലുള്ള അതിൻ്റെ ബ്ലെസ്സിങ്സ് മാത്രം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുന്നത്, തൻ്റെ ശിഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നവൻ അവൻ്റെ നാമനിമിത്തവും അവൻ്റെ വചന നിമിത്തവുമുള്ള നിന്ദയും ഉപദ്രവങ്ങളും ഒക്കെ സഹിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ല. നമ്മുടെ റിയൽ ബ്ലെസ്സിങ് നമുക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും, നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അത് ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണെന്നും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഈ ക്രൂശിൻ്റെ പ്രാധാന്യം ഞാൻ ആ രൂപമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെ ഞാൻ പറയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ക്രൂശിക്കപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരവും ആ ശിഷ്യത്വത്തിൻ്റേതായിട്ടുള്ള അനുഭവവും ഉദ്ദേശിച്ചാണ് ഞാനത് പറയുന്നത് എന്ന് പ്രത്യേകം പ്രസ്താവിക്കുകയാണ്. നോക്കിയാട്ടെ. അതുപോലെ തന്നെ ദൈവദാസൻ ഓൾറെഡി പറഞ്ഞത് തലയോടിടം എന്ന് അർത്ഥമുള്ള, അതപ്പം നമുക്കറിയാം ലാറ്റിൻ ഭാഷയിൽ കാൽവരിയം എന്ന അതിൻ്റെ ഇതെന്ന് പറയുന്നു, അതുപോലെ ഗൊൽഗോഥ എന്ന് അതിനെ പറയുന്നു എന്ന് നമുക്ക് അതിൽ പരിശോധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ വിവിധ ഗ്രീക്ക് ഭാഷയിലും അതുപോലെ വേറൊരു പദമുണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തല പോലെ എന്ന് ദൈവദാസൻ ഓൾറെഡി പ്രസ്താവിച്ചു കഴിഞ്ഞു. അത് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിവിധ നിലകളിലുള്ള മരണത്തിന് മുമ്പ് വിവിധ നിലകളിലുള്ള കഷ്ടങ്ങളിലൂടെ കർത്താവ് കടന്നു പോകുന്നത് കാണുക. എന്നിട്ട് അധികം വിവരിക്കാതെ അവിടെ പറയുന്നു,
അവിടെ അവനെയും അവനോടുകൂടെ വേറെ 2 ആടുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു എന്ന് വായിക്കാം. നമുക്ക് ഇതര സുവിശേഷങ്ങളിൽ നമുക്കറിയാൻ കഴിയും, 2 കള്ളന്മാരെ 2 സൈഡിൽ, ഒരുത്തൻ മാനസാന്തരപ്പെട്ടു, ഒരുത്തൻ മാനസാന്തരപ്പെടാതെ മരിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നടുവിൽ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് 3 പേരെ ക്രൂശിക്കുമ്പോൾ നടുവിൽ ക്രൂശിക്കപ്പെടുന്നത് ഈ 2 പേരെക്കാളും വേഴ്സ്റ്റ് ക്രിമിനലിനെയാണ് ഈ നടുക്ക് ക്രൂശിക്കുന്നത്. അപ്പം നടുക്കൊരുത്തൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ഗ്രേസാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് യേശുവിനെ നടുവിലുമായിട്ട് മോസ്റ്റ് ഡിസ്ഗ്രേസ്ഡ് പേഴ്സൺ, മോസ്റ്റ് ഹെയ്റ്റഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിലയിലാണ് കർത്താവിൻ്റെ മരണത്തിലും അവനെ കള്ളന്മാരുടെ നടുവിലായി ക്രൂശിച്ചു എന്ന് അവിടെ പ്രത്യേകം പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അപ്പോൾ ഇവർ ആരോപണ വിഷയമായിട്ട് അവരോട് പറഞ്ഞതാണ്, എന്നാൽ അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. കൈസർക്ക് കരം കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത് ഒത്തുവന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവർ പ്രധാന ആരോപണമായി ഉയർത്തിയിരുന്നതും കർത്താവിന് മരണശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചതും ഈ ഒരു കാര്യം കൊണ്ടല്ല, അവരുടെ മതപരമായിട്ടുള്ള അസഹിഷ്ണുത നിമിത്തമാണ് അത് ചെയ്തതെങ്കിലും അവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന ചാർജ് അവൻ രാജാവാണെന്ന് പറഞ്ഞു എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പം പീലാത്തോസ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും, എൻ്റെ രാജ്യം ഐഹികമല്ല, അങ്ങനെയെങ്കിൽ എൻ്റെ സേവകർ നിങ്ങൾ ഇവിടെ പോരാടുമായിരുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ക്രൂശിക്കണമെങ്കിൽ, ഇത്ര ക്രൂരമായ ശിക്ഷ ആ വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ ന്യായമായിട്ട് റോമൻ നീതി നിയമപ്രകാരം അവർക്കൊരു വാലിഡായിട്ടുള്ള ഒരു കുറ്റം അവനെക്കുറിച്ച് എഴുതി വെക്കണമായിരുന്നു. അപ്പോൾ വ്യാജമായിട്ടാണെങ്കിലും താൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു കാരണമാകത്തക്കവണ്ണം പീലാത്തോസ് അവിടെ എഴുതി വെച്ചതാണ്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു എന്ന് നമ്മൾ വായിക്കുക. അപ്പോഴാണ് ആൾക്കാർ ഇത് കാണുകയും യഹൂദന്മാർ കാണുകയും അയ്യോ അങ്ങനെ എഴുതരുത്, യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതരുത്, കാരണം അവനങ്ങനെ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് എന്ന് അവിടെ പറയുക. അപ്പം നമുക്ക് കാണാം പീലാത്തോസ് അവരോട് പറയുന്നത്, അത് റോമ യവന ഭാഷകളിൽ, എനിക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, ആദ്യത്തെ ട്രാക്റ്റ് അവിടെ എഴുതി വെച്ചേക്കാണ്. ആ കർത്താവിനെ ക്രൂശിച്ച ക്രൂശിന് മുകളിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് സകല ലോകത്തിനും കാണത്തക്കവണ്ണം എഴുതി വെച്ചിട്ട് പീലാത്തോസ് പറയുക, ഞാൻ ഒരിക്കൽ എഴുതിയത് എഴുതിപ്പോയി, അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നൊന്നും പറഞ്ഞാലൊന്നും ഞാനിനി അത് മാറ്റുന്നില്ല, എഴുതിയത് എഴുതിപ്പോയി, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുക. നോക്കിയാട്ടെ, അപ്പോൾ അവരൊരു കുറ്റാരോപണമായിട്ട് വ്യാജമായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യത്തെ പീലാത്തോസ് പോലും അത് അംഗീകരിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു വാലിഡ് റീസണായിട്ട് അതിനെ അവിടെ എഴുതി വെച്ചിട്ട് ഇത് നിമിത്തമാണ് ഈ വ്യക്തിയെ ക്രൂശിച്ച് കൊന്നിരിക്കുന്നത് എന്ന്. കാരണം പീലാത്തോസിന് അറിയാം ഇതൊക്കെ ചെയ്യുന്നെങ്കിലും നാളെ തിരിച്ചുള്ളൊരു റിപ്പോർട്ടും നേരെ റോമിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തൻ്റെ ഭാഗം സേഫാക്കി അതവിടെ അദ്ദേഹം എഴുതി വെച്ചു. എന്നാൽ എത്ര സത്യമായിരിക്കുന്നു, കാരണം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണെന്ന് അദ്ദേഹത്തെ ജനനത്തിങ്കൽ ആ വിദ്വാൻമാർ വന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെ, നീ രാജാവാകുന്നു, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ആത്മീയമാണ് എന്ന് വ്യക്തമായി കർത്താവ് പറയുന്ന കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എന്തുമാത്രം സ്ക്രിപ്ചറാണ് ഇതിവിടെ ഫുൾഫിൽ ചെയ്തതെന്ന് നമ്മൾ ഇന്നിപ്പോൾ ധ്യാനിക്കുകയാണെങ്കിൽ, ഇന്നലെ ചിന്തിച്ച ഭാഗത്തും ഇന്ന് ചിന്തിക്കുന്ന ഭാഗത്തും നാളെ ചിന്തിക്കാൻ പോകുന്ന ഭാഗത്തും കൂടെ നോക്കിയാൽ ഒന്നും രണ്ടുമല്ല, നമ്മൾ കൂടുതൽ സ്ക്രിപ്ചറൽ ഫുൾഫിൽമെൻറ്റ് നടന്നതായിട്ട് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇത് എങ്ങനെ എഴുതിയിരുന്നത് പോലെ ഇവിടെ നിറവേറാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചോളം പ്രവാചക പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫുൾഫില്ലായി എന്ന് തെളിയിക്കാനായിട്ട് യഹൂദന്മാർക്ക് മത്തായി സുവിശേഷം എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട്. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പല കാര്യങ്ങൾ എഴുതപ്പെട്ടതുപോലെ നിവൃത്തിയായി എന്നും കൂടെ പറയാനായിട്ട് യോഹന്നാൻ ഇവിടെ താൻ അത് വെളിപ്പെടുത്തുന്നതായിട്ട്
നമുക്ക് കാണാനായിട്ട് എണ്ണുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അത് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ പറയാനായിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസും കൂടെ സങ്കീർത്തനങ്ങളിൽ നിന്നും പഴയ നിയമ ഭാഗങ്ങളിൽ നിന്നും എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ബൈബിൾ സ്റ്റഡിക്കായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മുതിരുന്നില്ല. താല്പര്യമുള്ളവർ അതൊന്ന് പരിശോധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം തുടർന്ന് നമ്മൾ വായിക്കുന്നത് അവൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണാം. അവൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള കാര്യം. അപ്പം വസ്ത്രമെടുത്ത് താൻ ധരിച്ചിരുന്ന വസ്ത്രവും അതുപോലെ ഓവർകോട്ട് പോലെ അല്ലെങ്കിൽ മുകളിൽ ധരിച്ചിരുന്ന അങ്കിക്കായിട്ടും ചീട്ടിട്ടു. അപ്പോൾ ആ ചീട്ടിട്ട സമയത്ത് അവര് ആ അങ്കിയാണെങ്കിൽ മുകളിൽ മുഴുവൻ താഴെ വരെ നെയ്തതായിരുന്നു. അത് കീറരുത് എന്ന് പറഞ്ഞതിന് ചീട്ടിട്ടു. വസ്ത്രം 4 പങ്കിട്ടെടുത്തു എന്ന് നമ്മളവിടെ വായിക്കുക. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. പടയാളികൾ അങ്ങനെ ചെയ്തു. അപ്പം കർത്താവിൻ്റെ ഈ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ തന്നെ തിരുവെഴുത്തിന് പ്രകാരം അവൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോരോ കാര്യങ്ങളും തൻ്റെ തിരുവെഴുത്തുകൾ പ്രകാരമായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു അതിൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിന് പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമ്മൾ വായിക്കുമ്പോൾ തുടർന്നുള്ള കാര്യം കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. ഈ ഭാഗത്ത് ഓരോ കാര്യങ്ങൾ കർത്താവ് ചെയ്യുമ്പോഴും കർത്താവ് എങ്ങനെയാ തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ മരണം ഒരു ആകസ്മിക മരണമല്ലെന്നും ആരെങ്കിലും നിർബന്ധിച്ച് പിടിച്ചിട്ട് ഓടിച്ചിട്ട് ക്രൂശിച്ചതല്ലെന്നും തൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നേ പറയപ്പെട്ടിട്ടുള്ള നിലവാരത്തിലും മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ മോചനത്തിനായിട്ടാണ് താൻ മരിക്കുന്നതെന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവചനം പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നതാണ്. 53-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്ര വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഒരുപക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞതിനിട്ടുള്ളത് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടിയും കൂടെ അതിൽ കടന്ന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കണ്ട് പറയുന്നത് പോലെ തന്നെ യെശയ്യാ പ്രവാചകൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പം നമുക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ മുൻ ദൈവത്തിൻ്റെ മുന്നറിവിലും ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതായിരുന്നുവെന്നും താൻ അത് പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുയേശു പാപികൾക്കായിട്ട് മരിച്ചു എന്നുള്ളത്, പാപികളെ തേടി ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു 1 തിമോത്തിയോസ് 1:15 തോന്നുന്നു നമ്മൾ വായിക്കുന്നത്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇത് യോഗ്യമല്ലാത്ത കുറേ പേര് ഇന്ന് ഇറങ്ങി നടപ്പുണ്ട്. അവർ എവിടൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലെ കാര്യങ്ങളെ വീക്കൻ ചെയ്യാൻ കഴിയുമോ, എവിടൊക്കെ അതിനെ ആക്രമിക്കാൻ കഴിയുമോ, ക്രിസ്തുയേശു ലോകത്തിൽ വന്ന് പാപികൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല, അത് ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി അല്ല, അത് ചില യഹൂദന്മാർക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഡെലിവറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, ആലയം തകർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഈ സുവിശേഷം പ്രസംഗിച്ച പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നു. അങ്ങനെ യഹൂദന്മാരും യവനന്മാരും ജാതികളും എല്ലാം ഒരുപോലെ പാപത്തിന് ആകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പൊ പൗലോസ് തെളിയിച്ച ഒരു കാര്യമാണ്, ലോകത്തിൽ ഒരു മനുഷ്യനും പാപം ചെയ്യാത്തവനായിട്ടില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുകയും ആ പാപികൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിക്കാൻ ഈ ലോകത്തിൽ വന്നത് എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കെ പൗലോസ്ലീഹയുടെ ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭൂവിഭാഗത്തെ തന്നെ സുശേഷീകരിക്കാനായിട്ട് ദൈവം കരങ്ങളെടുത്ത ആ ദൈവഭക്തൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് മാത്രമല്ല ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. അപ്പം ലോകത്തിൽ ഒരു പ്രത്യേക ആൾക്കാർക്കോ പ്രത്യേക രീതിക്കാർക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെലിവറൻസിനോ ഒന്നും വന്നതല്ല, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും
എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുറച്ച് പേര് കുറച്ച് മൂലഭാഷയും എബ്രായ ഭാഷയും ഒക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു അത്ഭുതത്തിന് ഞാൻ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഈ വിവാദം ഉണ്ടാക്കുന്ന സ്റ്റേജിലൊന്നും കയറി ഇരിക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എപ്പോഴാണ് അനാവശ്യം പറയുന്നതെന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ട് സാധാരണഗതി വിളിച്ചാലും ഞാൻ കയറുകയില്ല. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ചിലരെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളതുകൊണ്ട് ഇവർ ഏത് സമയത്ത് അവരുടെ നാക്ക് ഇടത്തോട്ട് വളയ്ക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളും ആ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗഭാക്കായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ഇതിലൊന്നൊക്കെ മാറിയിരിക്കുക സാധാരണഗതി ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ചില സ്ഥലത്തൊക്കെ പോകാനിടയായപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് കാരണം ഈ അത്യാവശ്യം നമുക്കറിയാമല്ലോ, ഗ്രീക്ക് ആൽഫബറ്റൊക്കെ നമ്മൾ ഫിസിക്സൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ആൽഫ ബീറ്റ ഗാമ ലാംഡയൊക്കെ നമുക്കറിയാവുന്ന നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഗ്രീക്ക് പഠിക്കാനുള്ള ചില പുസ്തകങ്ങളും ഗ്രീക്ക് അതുപോലെ ഗ്രീക്ക് ഡിക്ഷണറിയും കൺകോർഡൻസും ഈ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. എന്നാൽ ആധികാരികമായിട്ടൊരു കാര്യം അറിഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ആധികാരികമായിട്ട് അത് പറയത്തുള്ളൂ. അറിയാവുന്ന കാര്യമേ പറയത്തുള്ളൂ. അറിയാത്ത കാര്യം അറിയുന്നു എന്ന് പറഞ്ഞ് ചൂടുവെള്ളത്തിൽ വീഴാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് അത്തരം എനിക്ക് ആഴമായി ഗ്രാഹ്യമില്ലാത്ത ഒരു കാര്യത്തിൽ വാദപ്രതിവാദത്തിന് ഒരിക്കലും ഞാൻ പോകാറില്ല. എന്നാൽ ചില വിദ്വാൻമാർ എന്നെ കഴിഞ്ഞ ദിവസം പറ്റിച്ചത്, ഞാൻ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ പാസ്റ്റർ അതിൻ്റെ ഗ്രീക്ക് ഒറിജിനൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഗ്രീക്ക് ഒറിജിനൽ എടുത്ത് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത് ഗ്രീക്ക് ഒറിജിനലിലൊന്നും അങ്ങനെയൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഇവർ പറഞ്ഞതിന് നേരെ വിരോധമാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ പറയുന്നത് ഇങ്ങനെയാ. അയ്യോ, ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒന്നും വായിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ വാദിക്കാൻ പോകാറില്ല. എന്നാൽ ഇന്ന് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് പറയുക, ഗ്രീക്ക് ഒറിജിനൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹീബ്രുവിൽ ഇതാ അർത്ഥം. ഈ പറയുന്നത് വെറും ബോഷ്കാ പറയുന്നത്, അവർ പോലും നോക്കിയിട്ടല്ല പറയുന്നത്. അപ്പോൾ വാദം ജയിക്കാൻ വേണ്ടി ഇത് പറയുന്ന ചില കാര്യങ്ങളാണ്, ചിലരുടെ ദുർഗ്രഹമായിട്ടുള്ള പോയിന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളാണ് എന്നെനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. അതിന് എനിക്ക് ആക്ഷേപമൊന്നുമില്ല, കാരണം ഓരോരുത്തർ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെ ആണല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങനെ പറയാതിരിക്കാൻ തക്കവണ്ണം ഞാൻ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇത്തരം ദൈവവചനത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മാറ്റിക്കളയുക, അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു പശ്ചാത്തലം അതിനെ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലാത്ത ഒരു പശ്ചാത്തലം ദൈവവചനത്തിന് ഉണ്ടാക്കിയെടുത്ത് വേറൊരു കോണ്ടക്സ്റ്റിലേക്കും വേറൊരു നിലവാരത്തിലേക്കും കൊണ്ടുപോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ തന്നെ അടിസ്ഥാനപരമായിട്ട് മാറ്റാനായിട്ട് കഴിയും. അപ്പം അത്തരം ചില പ്രവൃത്തികളും ചെയ്യുന്നതായിട്ടും ആ കൂട്ടത്തിൽ പാസ്റ്റർമാരെന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവരും ഇന്ന് ദൈവകൃപയിൽ നിൽക്കാത്തവരുമായിട്ടുള്ള ചില വ്യക്തികളെ പ്രത്യേകം ആയുധങ്ങളായിട്ട് ഉപയോഗിച്ച് അത് ചെയ്യുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, മൂലഭാഷയും ഇതൊന്നും നോക്കിയത് എന്ന് മാത്രമല്ല, മൂലഭാഷയിൽ ഒരു വാക്ക് വായിക്കുമ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയായിട്ട് പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പലരും എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടു. എന്നാൽ ദൈവവചനത്തിൽ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ആ കോണ്ടെക്സ്റ്റും കൂടെ നോക്കിയിട്ടാണ് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഗ്രീക്ക് ഡിക്ഷണറിയിലോ ഹീബ്രു ഡിക്ഷണറിയിലോ അതിന് പല അർത്ഥങ്ങളും പല സാഹചര്യങ്ങളും ഉപയോഗിച്ചതായിട്ടും നമുക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ കോണ്ടെക്സ്റ്റിന് യോജിച്ച അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ആ സാഹചര്യത്തിനോ കോണ്ടെക്സ്റ്റിനോ ചേരാത്ത ഒരു അർത്ഥം എടുത്തിട്ട് അത് ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനായിട്ട് ഉള്ളത്. എന്നാൽ ഇന്ന് പലരും അത് ചെയ്യുന്നുണ്ട്, പലരും ആ മാജിക്ക് കാണിക്കുന്നുണ്ട്, ചില വാദങ്ങളൊക്കെ ജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ചില പരിശ്രമങ്ങളൊക്കെ പരമാർത്ഥികളായിട്ടുള്ള ദൈവഭക്തന്മാരുടെ അടുത്ത് ചിലവാകുന്നുമുണ്ട്. എന്നാൽ അതൊന്നും ശാശ്വതമല്ല. കാരണം ഇതൊക്കെ എന്നുവരെയാ അദ്ദേഹം വീട്ടിൽ പോയി ആ ഡിക്ഷണറിയോ കാര്യങ്ങളോ റെഫർ ചെയ്യുന്നവരേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതൊന്നും പോകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ദൈവമക്കളാരും ഇതുപോലുള്ള ഗ്രീക്കും ഹീബ്രുവിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കയറി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് ഭ്രമിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുക ചെയ്യുന്നത്. നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ജീവിതത്തിൽ ആ സ്ക്രിപ്ചറലായിട്ടുള്ള ഫുൾഫിൽമെൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം. അടുത്ത ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്, യേശുവിൻ്റെ അമ്മയായ മറിയയെ യോഹന്നാൻ്റെ കരങ്ങളിൽ യോഹന്നാനോട് തൻ്റെ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു എന്നും അവിടെ വായിക്കുന്നു. അപ്പോൾ
ഈ ഒരു പാരമ്പര്യം അനുസരിച്ച് പറയുന്ന യേശുവിൻ്റെ അമ്മയുടെ സഹോദരി എന്ന് പറയുമ്പോൾ അത് അത് യോഹന്നാൻ്റെ അമ്മ തന്നെ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരുടെ മക്കൾ, അല്ലെങ്കിൽ വളരെ അടുത്തറിയാവുന്ന വ്യക്തികൾ എന്നുള്ള ഒരു കോണ്ടസ്റ്റും കൂടെ ആ ഭാഗത്തുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ, നിശ്ചയമായിട്ടും കർത്താവ് യോഹന്നാൻ്റെ കരങ്ങളിൽ തൻ്റെ മാതാവിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയും, നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത് യോഹന്നാൻ ഏഷ്യ മൈനറിൽ പത്മോസിൽ നാട് കടത്തപ്പെട്ട് താൻ അവിടെ ആയിരുന്ന സാഹചര്യത്തിൽ പോലും യേശുവിൻ്റെ അമ്മയായ മറിയയെ തന്നോടുകൂടെ കൊണ്ടുപോയിരുന്നെന്നും, അവിടെ എഫെസോസിലോ അവിടെ യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറയാണെന്ന് പറയുന്ന ഒരു കല്ലറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യെരുശലേമിലും അതുപോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ തന്നെ നിശ്ചയമായിട്ട് കർത്താവ് പറഞ്ഞതനുസരിച്ചും കർത്താവ് ഏൽപ്പിച്ചതനുസരിച്ചും യോഹന്നാൻ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ പറയുക, പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, രൂഫസിൻ്റെ അമ്മ എൻ്റെ അമ്മയായിട്ടുള്ള രൂഫസിൻ്റെ അമ്മയെന്നോ അങ്ങനെ ഒരു ഇത് നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനത്തിലാണെന്ന് തോന്നുന്നു അവസാന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും മാതാക്കളെ, അല്ലെങ്കിൽ ഇതുപോലെ കർത്താവിൻ്റെ അമ്മയെ ഒരു അമ്മയായിട്ട് യോഹന്നാൻ കരുതി, അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യന്മാർ കരുതി എന്ന് ചിന്തിക്കുന്നതിലൊന്നും യാതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. നമ്മൾ ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ മാതാക്കളെ, എനിക്കും പറയാൻ കഴിയും, പല വീടുകളിലും ചെല്ലുമ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുകയും, ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അതേ സംബോധനയോടെയും ബഹുമാനത്തോടെയും ഒക്കെ അവരെ ഞാനും സംബോധന ചെയ്യുകയും കാണുകയും ചെയ്യാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതേസമയം തന്നെ ആ നിലയിൽ മാത്രമേ അതിനെ കാണാവൂ, അല്ലാതെ ആരാധനയ്ക്കോ പ്രാർത്ഥന പ്രൊമോട്ട് ചെയ്യാനോ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് അവിടെ യാതൊരു സാധ്യതയും ആ ഭാഗത്ത് കാണുന്നില്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്ലെയോപ്പാവ് ആരാണെന്നുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ക്ലെയോപ്പാവ് എന്ന് പറയുന്ന ഒരുവനുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുള്ളൂ. ഒരു പക്ഷേ അതാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകൾ, അപ്പോൾ ഈ വീമ്പ് പറഞ്ഞ ഈ വലിയ വായിൽ പറഞ്ഞ ഈ ശിഷ്യന്മാരൊക്കെ എവിടെ പോയി? പത്രോസ് എവിടെ പോയി? അല്ലെങ്കിൽ ബാക്കിയുള്ള ശിഷ്യന്മാർ എവിടെ പോയി? അവിടെ ഈ സ്ത്രീകളും യോഹന്നാനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ യോഹന്നാനും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു, പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, എന്ന് മാത്രമല്ല അതിനോട് ചേർന്ന് തന്നെ നമ്മൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ളൊരു പുസ്തകമായിരുന്നു. ഞാൻ വിവാഹിതരാകുന്നതിന് മുന്നേ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. എന്നെ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ചിന്ത അതിൽ അദ്ദേഹം പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആഫ്രിക്കയിൽ മിഷണറി ആയിട്ട് അനേക വർഷങ്ങൾ വർക്ക് ചെയ്ത ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ക്രൂശിന്മേൽ വെച്ച് തനിക്കുണ്ടായിരുന്ന പിതാവിനോട് താൻ വേർപെട്ട് എൻ്റെ ദൈവമേ എന്നെ നീ തള്ളിക്കളഞ്ഞത് എന്ത്, എന്നെ നീ കൈവിട്ടത് എന്തെന്ന് കർത്താവ് അലറി കരഞ്ഞ അനുഭവം നമുക്കറിയാം. അതുപോലെ തന്നെ തനിക്ക് ഈ ലോകത്തുണ്ടായിരുന്ന ഒരേ ഒരു ബന്ധമായിരുന്നു അമ്മ ആയിട്ടുള്ള ബന്ധം. ഈ ലോകത്തുള്ള ഒരു ഡയറക്റ്റ് ബന്ധമെന്ന് പറയാവുന്നത്. അപ്പോൾ ആ ബന്ധവും അവിടെ വെച്ച് ക്രൂശിന്മേൽ വെച്ച് അദ്ദേഹം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയെ തള്ളിക്കളഞ്ഞെന്നോ മറന്നെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും ചിത്രീകരിക്കേണ്ട, ഞാനതൊന്നും സ്ഥാപിക്കാൻ പോകുന്നതുമല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ അവൻ അപ്പനെയും അമ്മയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് എഫേസ്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയോട് ചേരുവാനായിട്ട് തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുക. അപ്പോൾ
നമ്മളോട് നമ്മോട് ചേരാനായിട്ട് അവൻ അപ്പനെയും തനിക്കുണ്ടായിരുന്ന ലോകത്തിലുള്ള അമ്മയോടും ഉള്ള ബന്ധം വിട്ട് ആ ക്രൂശിന്മേൽ വെച്ച് അവൻ പൂർണ്ണമായിട്ടും ആ തൻ്റെ ഭാര്യ തൻ്റെ സഭയോട് താൻ പറ്റിച്ചേർന്നു എന്നുള്ളൊരു മർമ്മം അദ്ദേഹം പ്രസ്താവിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എത്ര ആഴമായ ഒരു ചിന്തയാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുമ്പോൾ, ഈ ഏത് നിലയിലുള്ള സ്നേഹത്തിലാണ്, എങ്ങനെയാണ് അവൻ തൻ്റെ സഭയെ സ്വന്തമാക്കിയത്, അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ അവൻ നമ്മളോട് പൂർണ്ണമായിട്ടും പറ്റിച്ചേർന്നു, പൂർണ്ണമായിട്ടും താതാത്മ്യം പ്രാപിച്ചു. അവൻ നമ്മെ വീണ്ടെടുത്തു. ചുളുക്കമൊന്നുമില്ലാത്ത തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി അവൻ തന്നെത്താൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതും, ആ ക്രൂശിന്മേൽ വെച്ച് ആ കൂട്ടായ്മ പൂർണ്ണമായി എവിടെ വെച്ചാൽ എൻ്റെ കർത്താവ് എന്നോട് ഏറ്റവും കൂടുതൽ ഫെലോഷിപ്പ് കാണിച്ചത് അത് ആ ക്രൂശിന്മേൽ വെച്ച് അവൻ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കും, ആ ഏലീശ ബാലൻ്റെ മേൽ കിടന്നതുപോലെ അവൻ്റെ കൈയോടും ചേർന്ന് അവൻ അങ്ങനെ വെച്ചപ്പോൾ മരിച്ച ബാലന് ജീവൻ വന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അവൻ അംഗം പ്രത്യംഗമായിട്ട് നമ്മോട് ചേർന്ന് ആ ക്രൂശിൽ ആ കൂട്ടായ്മ പൂർണ്ണമായി. നോക്കിയാട്ടെ, അവിടെ നമ്മൾ വായിക്കുന്ന വേറെ കർത്താവ് കുടിച്ച കപ്പിനെ കുറിച്ചുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള വേറൊരു ഇത്. നമുക്കറിയാം അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർത്താവ് ഓൾറെഡി പെസഹ കഴിച്ചായിരുന്നു, അത് ശിഷ്യന്മാരുടെ കൂടെ കഴിച്ചായിരുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഒരുക്കനാളായിരുന്നു എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ട് നിലയിൽ അത് വരുന്നത്? അപ്പം നമുക്കത് ചിന്തിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും, ഗലീല പ്രദേശങ്ങളിലുള്ള ടൈം സോണും അതുപോലെ യെറുശലേമിലെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചിരുന്ന ദിവസത്തിൻ്റെ ഇതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഗലീലയിലുള്ള വ്യക്തികൾ മോർണിംഗ് ടു മോർണിംഗ് ഒരു ദിവസമായിട്ട് കൂട്ടുമ്പോൾ നമുക്കറിയാം ഈ യെറുശലേമിലുള്ള വ്യക്തികൾ വൈകുന്നേരമാ അല്ലെങ്കിൽ ഈവനിങ് ടു ഈവനിങ് അവരൊരു ദിവസമായിട്ട് കരുതിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാർ ഗലീലയിലുള്ള വ്യക്തികളായിരുന്നതുകൊണ്ട് അവർ നേരത്തെ പെസഹ കഴിച്ചതായിട്ടും, എന്നാൽ ബാക്കിയുള്ള ചിലർ അശുദ്ധമാകാതിരിക്കേണ്ട ആസ്ഥാനത്ത് കടന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പം ഈ പെസഹ കഴിക്കേണ്ടതായിട്ടുള്ള ആ രാത്രിയിൽ കർത്താവ് അത് നിവർത്തിച്ചു. നമുക്കറിയാം ചിലർ അതിന് 4 കപ്പുണ്ട്, അത് ഒന്ന് പിന്നെ ഈജിപ്തിൽ അടിമയായിരുന്നതിനെ കുറിച്ചും തുടർന്ന് ബാബേൽ പ്രവാസത്തിൽ കടന്നുപോയതിനെ കുറിച്ചും ഇതിനെയൊക്കെ കമ്മമറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള നിലയിലുള്ള ചില കപ്പുകളായിരുന്നു അവരെടുത്ത് വാഴ്ത്തി എടുത്തിരുന്നത് എന്നൊക്കെ നമുക്ക് കർത്താവ് എടുത്ത കപ്പ് ഇതായിരുന്നു എന്നൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദൈവവചനത്തെ കോണ്ടസ്റ്റിൽ നിന്ന് മാറ്റി കഴിയുമ്പം അതിൻ്റെ അർത്ഥവും മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും, കർത്താവ് ഓൾറെഡി പെസഹ കഴിച്ചിരുന്നെന്നും ആ പെസഹ കഴിക്കേണ്ട സമയം കൂടെ കർത്താവിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് വന്ന് ഈ കപ്പ് കർത്താവ് കുടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തിനാണ് ഇത് ചെയ്തതെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓൾറെഡി നമ്മളിവിടെ പ്രസ്താവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും എന്തൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടത് നിവൃത്തിയാകത്തക്കവണ്ണമാ താൻ പറഞ്ഞത് സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞത്. അല്ലാതെ ഈ പെസഹ അക്ഷരം പ്രതി താൻ അവിടെ ക്രൂശിന്മേൽ വെച്ച് അവസാനം വീഞ്ഞു കുടിച്ചപ്പം അത് നിവൃത്തിയായി എന്നുള്ള അർത്ഥത്തിലല്ല. 2 പ്രാവശ്യം വീഞ്ഞു കുടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ 48-48-ാം വാക്യത്തിലും ഇത് കാണുന്നുണ്ട്. ആദ്യം കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് അവന് കൊടുത്തു, എന്നാൽ അവന് കുടിപ്പാൻ മനസ്സായില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. കാരണം അതൊരു ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേദനാസംഹാരി ഉള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. കർത്താവ് അങ്ങനെ വേദനാസംഹാരി കഴിച്ച് ആ വേദനയെ ബൈപ്പാസ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ദൈവഹിത പ്രകാരം അതിലൂടെ താൻ അനുഭവിക്കേണ്ട വേദനയും പങ്കപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് തന്നെ കർത്താവ് കടന്നുപോയെന്നും, എന്നാൽ ദൈവവചനം നിവൃത്തിയാകത്തക്കവണ്ണം പിന്നീട് അദ്ദേഹം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയും അവരെ ഒരു സ്പോങ് പോലുള്ള ഓടത്തണ്ട് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവനത് നൽകിയതായിട്ടും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ
ഈ ദൈവവചനത്തിലെ ചില കാര്യങ്ങളെ അട്ടിമറിക്കാനായിട്ട് കൊണ്ടുവരുന്ന ചില ആരോപണങ്ങൾ, ഒരു ചിന്ത എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റീവായിട്ട് ചിന്തിക്കാനും കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധ്യാനിക്കാനും ഒക്കെ ഒരു വ്യക്തി അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതിൽ അതിലെല്ലാം വേഴ്സ് ബൈ വേഴ്സ്, വേർഡ് ബൈ വേർഡ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുന്നതിലൊന്നും ഞാൻ അത്ര ഇത് കൊടുക്കാറില്ല. കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ, അതേസമയം അടിസ്ഥാനപരമായിട്ടുള്ള ദൈവിക സത്യങ്ങളെ വയലേറ്റ് ചെയ്യുന്ന നിലയിൽ ഈ പശ്ചാത്തലങ്ങൾ കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിന് ഇതിൻ്റെ വ്യാഖ്യാനത്തിന് തന്നെ അതൊരു ഇതായിട്ട് തീരും എന്നുള്ളതാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയാട്ടെ, അപ്പോൾ അവിടെ പറയുകയാണ് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞത് എന്ത് നിവർത്തിയായി? അത് പ്രസഹ നിവർത്തിയായി എന്നല്ല പറഞ്ഞത്. ദൈവവചനത്തിൽ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും അവന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും എന്തൊക്കെ എഴുതിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് വായിച്ചു നോക്കണം. ഏതൊക്കെ സ്ക്രിപ്ചർ എവിടൊക്കെ നിവർത്തിയായി എന്നുള്ളൊരു പഠനം വിഷയമാക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് അവൻ ദാഹിക്കുന്നു എന്ന് പറയുകയും താൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് തൻ്റെ പ്രാണനെ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള കാര്യവും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാം ക്രൂശിന്മേൽ തൻ്റെ ശരീരം ഇരിക്കാതെ വണ്ണം അതിന് നമുക്ക് ആവർത്തന പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം അവിടെ വായിക്കുന്നത് ഒരു ശരീരം ഈ ഇതുപോലുള്ള പകൽ സമയത്ത് മരിച്ച ഒരു വ്യക്തിയെ രാത്രിയാകുന്നതിന് മുന്നേ നിങ്ങൾ അവനെ എടുത്ത് പിന്നെയും അവനെ അങ്ങനെ വെച്ചേക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വായിക്കുന്നതും, അതുപോലെ പെസഹ കുഞ്ഞാടിൻ്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ആ പെസഹ കുഞ്ഞാടിനെ നിങ്ങൾ പാകം ചെയ്യുമ്പോൾ അവൻ്റെ അതിൻ്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞു പോകരുത് എന്നവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 പടയാളികളുടെ കാലൊടിച്ചു കളഞ്ഞ് ആ ക്രൂശിന്മേൽ അവരുടെ പെസഹ കടന്നു വരുമ്പോൾ അത് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിനെ വേറൊരു നിലയിൽ അല്ലെങ്കിൽ അവരുടെ മരണം ഉറപ്പ് വരുത്തിയിട്ട് അവരെ ക്രൂശിൽ നിന്ന് ഇറക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് നടന്നില്ല. കാരണം കർത്താവ് ഓൾറെഡി മരിച്ചിരുന്നു, തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവൻ്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല എന്നുള്ള ആ തിരുവെഴുത്ത് അവിടെ നിവൃത്തിയാകാനായിട്ട് ഇടവന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, എത്ര മഹത്വകരമായിട്ടുള്ള, എത്ര ദൈവിക ആലോചനയിൽ പ്രധാനപ്പെട്ട, എത്ര ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറിയിരുന്ന ഒരു മരണമായിരുന്നു കർത്താവിൻ്റെ മരണമെന്നും, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തിനും പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്നും, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടത് ദൈവം ആവശ്യപ്പെട്ട് ദൈവനീതി ആവശ്യപ്പെട്ടത് എല്ലാം നിവർത്തിച്ചുകൊണ്ട് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ സ്വന്തം തോളിൽ തലചായ്ച്ചു എന്ന് നമുക്ക് വായിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിനെ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.